ഹലോ, വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ പോകുന്നത് ബുദ്ധിസ്റ്റ് ക്ഷേത്രത്തിലേക്കാണ്. ഇത് പോണ വഴിയാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അടിപൊളിയാണ് ഇവിടെ വഴിയൊക്കെ. പിന്നെ ഇതാണ് സർനാഥിലേക്കുള്ള മെയിൻ എൻട്രൻസ്. സോ ഇവിടെ നിന്ന് വളരെ അടുത്താണ് ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഒരുതോളം എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിളും ഉണ്ട്. ഇൻഡോ ടിബറ്റൻ ഉണ്ട്, ഇൻഡോ ജപ്പാൻ ഉണ്ട്, കംബോഡിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്. അങ്ങനെ ഒരുതോളം എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിളും ഇവിടെ തന്നെ ഉണ്ട്. സർനാഥ് എന്ന് പറയുന്നത് ടെമ്പിളിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്. സോ നമ്മളിപ്പോൾ പോകുന്നത് ഇൻഡോ ജപ്പാൻ ടെമ്പിളാണ്. ഇതാണ് ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇവിടെയാണ് ബുദ്ധൻ വന്ന് മെഡിറ്റേഷൻ ചെയ്തിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട് ഈ ഭാഗങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ അനുയായികൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ സ്പീച്ചൊക്കെ കൊടുത്തേക്കുന്നത് സർനാഥിൽ വെച്ചാണ്. സോ അതിൻ്റെ വലിയൊരു ടെമ്പിളുണ്ട്, അത് പിന്നീടുള്ള വീഡിയോയിൽ കാണാം. സോ ഇത് ഇൻഡോ ജപ്പാൻ ടെമ്പിളാണ്. ബുദ്ധൻ്റെ ഒരു ലൈയിങ് ഡൗൺ ബുദ്ധയുടെ ഒരു അപൂർവം ഒരു ടെമ്പിളാണ് ഈ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് ടെമ്പിൾ. ഇപ്പം ഈ മാസ്ക് ഇല്ലാതെ ഇവിടുത്തെ കയറാൻ കഴിയില്ല. പിന്നെ ആളുകൾ വളരെ കുറവാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. സോ വെട്ടവും അധികം ഇല്ല. സോ അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ. പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ നിവൃത്തിയില്ല, വേറെ സൗണ്ടൊന്നുമില്ല ഈ ഭാഗങ്ങളിൽ, കാരണം ഉള്ളോട്ടാണിത്. സോ അത്രത്തോളം ഒരു പീസ്ഫുൾ പ്ലേസാണ്. നമുക്ക് ഒരുപാട് നല്ലൊരു എനർജി കിട്ടുന്നൊരു പ്ലേസാണിത്. ഇവിടെ രാവിലെ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ, മോർണിംഗിൽ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ ബുദ്ധിസ്റ്റ് ആൾക്കാരുടെ ഒരു പ്രേയേഴ്സൊക്കെ ഉണ്ട്, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണണമെങ്കിൽ ഏർലി മോർണിംഗ് വരണം. ഇതൊരു ബുദ്ധിസ്റ്റിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു കണക്കൊരു സാധനമാണ്. 4 ഫേസ് ബുദ്ധിസം നോക്കുന്ന രീതിയിലുള്ളൊരു അടിപൊളി ഒരു മാർബിളിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഫുൾ മാർബിളാണ്, തറയും എല്ലാം. ബുദ്ധൻ മാർബിളാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ തറയും മറ്റു കാര്യങ്ങളൊക്കെ ഫുൾ മാർബിളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ അതിന് 4 ഫേസ് ഉണ്ടല്ലോ. 4 ഭാഗത്തേക്കാണെങ്കിൽ 4 ഫേസാണ്. 4 ഭാഗത്തും ബുദ്ധൻ അമ്പലമാണ്. ഇത് ഞാൻ ചൈനയിലെ പല ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോയപ്പോഴും ഞാൻ കണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. കാര്യം ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും 4 ഫേസിൽ, അത് മീൻസ് 4 ഭാഗങ്ങൾ, ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്, വരുന്ന ഒരു 4 ദിശകളിലും അവരുടെ ആ പ്രതിമയും അവരുടെ കുറച്ചൊരു കോട്ട്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ നിൽക്കാനും വായിക്കാനും. ഒരു എന്താ പറയുക, ഒരു ഫുൾ എനർജി ഒരു പ്ലേസാണ്. നല്ല എനർജി ഉള്ള ഒരു സ്പേസാണ്. നമ്മുടെ ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്. സോ അതിൻ്റെ ഒരു വേറെ ലെവൽ എന്ന് പറയാം. ഇതും തൊട്ടടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ്. അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ക്ഷേത്രമാണ്. ഇവിടെ അവരെ ഒരു ട്രസ്റ്റും സൊസൈറ്റി കണക്കെ ഒരു സംഭവങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ. സോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ രാവിലെ 5 മണിക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ആൾക്കാർ വരും. ഇവിടെ നമ്മൾ ചെരുപ്പിട്ടിട്ട് വേണം, ഊരിയിട്ട് വേണം അകത്തോട്ട് പോയി കാണാൻ. എല്ലാ അമ്പലങ്ങളിലും നമുക്ക് ഈ മൊബൈൽ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരണാസിയിൽ കാണുന്ന പ്യുവർ ജെയിൻ്റെ ഒരു അമ്പലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 to 1500 ആ റേഞ്ചിലാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാം ഇവരിത് കയ്യിൽ ഹാൻഡ് മെയ്ഡ് ചെയ്താണ് ഇവിടെ വിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് കൊറിയർ സർവീസും ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ പ്ലേസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് നിങ്ങളെ വീട്ടിലെത്തിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു എമൗണ്ട് ഇവർ ചാർജ് ചെയ്യുന്നില്ല. ഇത് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉള്ളോട്ടുള്ള സ്ഥലമാണ്. സോ ഇവർക്ക് എന്താ പറയുക, ടാക്സോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മിനിമത്തിൽ നിന്ന് ഒരു താഴെയായിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും. ഒരു 500 to നിങ്ങൾക്ക് നല്ല സാരി കിട്ടും. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണ സാരിയാണ്.